Fatima, your time starts now. Good evening, everybody. My name is Fatima Minsha. I'm from Government Shivkange Medical College. ഇന്നത്തെ എൻ്റെ ടോപ്പിക് മൂക്കിലെ രക്തസ്രാവം അഥവാ എപ്പിസ്റ്റാക്സിസ്. ആദ്യം അതിന്റെ നിർവചനം. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവമാണ് എപ്പിസ്റ്റാക്സിസ്. ഇത് പലപ്പോഴും ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. എപ്പിസ്റ്റാക്സിസിന്റെ കാരണങ്ങൾ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ലോക്കൽ കാരണങ്ങൾ, പൊതുവായ കാരണങ്ങൾ, അകാരണമായവ അഥവാ ഇഡിയോപതിക്. ആദ്യം ലോക്കൽ കാരണങ്ങൾ. ഒന്നാമത് മുറിവ്. രണ്ട് അണുബാധകൾ, അതായത് അക്യൂട്ട് വൈറൽ റൈനൈറ്റിസ്, അക്യൂട്ട് സൈനസൈറ്റിസ്, ക്ഷയം, റൈനൈറ്റിസ് സിക്ക പോലെയുള്ള അണുബാധകൾ. പിന്നെ ട്യൂമറുകൾ, സെപ്റ്റൽ ഹെമാൻജിയോമ, സ്ക്വാമസ് സെൽ കാർസിനോമ. വിദേശ വസ്തുക്കൾ അഥവാ ഫോറിൻ ബോഡീസ്. സെപ്റ്റത്തിനുള്ള തകരാറുകൾ, അതായത് സെപ്റ്റൽ വ്യതിയാനം, സെപ്റ്റൽ സുഷിരം അഥവാ സെപ്റ്റൽ പെർഫറേഷൻ. പാരിസ്ഥിതികമായ അഥവാ എൻവിറൺമെന്റൽ ആയിട്ടുള്ള കാരണങ്ങൾ, താഴ്ന്ന ആർദ്രത, ഉയർന്ന ഉയരം. ഇനി നാസോഫാരിങ്സുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ. അഡിനോയിഡൈറ്റിസ്, അതായത് ഫാരിഞ്ചിയൽ ടോൺസിലിന്റെ അണുബാധ. നാസോഫാരിങ്സിനെ ബാധിക്കുന്ന ഒരു ട്യൂമറാണ് ജുവനൈൽ നാസോഫാരിഞ്ചിയൽ ആൻജിയോഫൈബ്രോമ. ഇത്രയും കാരണങ്ങളാണ് ലോക്കൽ കാരണങ്ങൾ. അടുത്തത് പൊതുവായ അഥവാ ജനറൽ കാരണങ്ങൾ. ഒന്നാമത്തേത് രക്താതിമർദ്ദം, മിട്രൽ സ്റ്റെനോസിസ്, ഗർഭധാരണം. രക്തത്തിന്റെയും രക്തം കട്ടപിടിക്കുന്നതിന്റെയും തകരാറുകൾ. അനീമിയ, ലുക്കീമിയ, ത്രോംബോസൈറ്റോപീനിയ, വിറ്റമിൻ സി, കെ എന്നിവയുടെ കുറവ്. ഹെപ്പാറ്റിക് സിറോസിസ്, ക്രോണിക് നെഫ്രൈറ്റിസ്. പിന്നെ വേദന സംഹാരികളുടെ, പ്രത്യേകിച്ചും ആർത്രൈറ്റിസിന് ഉപയോഗിക്കുന്ന വേദന സംഹാരികളുടെ ഉപയോഗം. പിന്നെ മീഡിയാസ്റ്റിനൽ കംപ്രഷൻ. അവിടെ മീഡിയാസ്റ്റിനം കംപ്രഷൻ ആവുമ്പോൾ സുപ്പീരിയർ വീനക്കാവ കംപ്രസ് ആവുകയും അതുവഴി തലയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള രക്തത്തിന്റെ തിരിച്ചുപോക്ക് തടസ്സം വരികയും അതുകൊണ്ട് മൂക്കിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്യുന്നു. ആർത്തവ കാലത്തെ രക്തസ്രാവം അഥവാ വിക്കാരിയസ് മെൻസ്ട്രേഷൻ. ഇത്രയുമാണ് പൊതുവായിട്ടുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് സെപ്റ്റത്തിന്റെ രക്തവിതരണം നോക്കാം. സെപ്റ്റത്തിൽ പ്രധാനമായും രണ്ട് ആർട്ടറികളിൽ നിന്നും, അതായത് ബാഹ്യ കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നും ആന്തരിക കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നും രക്തം വിതരണം ചെയ്യുന്നുണ്ട്. ബാഹ്യ കരോട്ടിഡ് ആർട്ടറി അഥവാ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചുകൾ: ഗ്രേറ്റർ പലറ്റൈൻ ആർട്ടറി, സീനോ പലറ്റൈൻ ആർട്ടറി, സുപ്പീരിയർ ലേബിയൽ ആർട്ടറി. ആന്തരിക കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചുകൾ: പോസ്റ്റീരിയർ എത്മോയിഡൽ ആർട്ടറി, ആന്റീരിയർ എത്മോയിഡൽ ആർട്ടറി. ഇനി എപ്പിസ്റ്റാക്സിസിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ അഥവാ സോഴ്സസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കീസൽബാക്സ് പ്ലക്സസും ലിറ്റിൽസ് ഏരിയയും. കീസൽബാക്സ് പ്ലക്സസ് ആൻഡ് ലിറ്റിൽസ് ഏരിയ അത് പ്രധാനപ്പെട്ട 4 ആർട്ടറികൾ ചേർന്ന് അനസ്റ്റമോസിസ് നടത്തുന്നത് വഴി ഉണ്ടാവുന്ന പ്ലക്സസ് ആണ്. അവിടെ ഉൾപ്പെട്ടിട്ടുള്ള 4 ആർട്ടറികൾ ഗ്രേറ്റർ പാലറ്റൈൻ, സീനോ പാലറ്റൈൻ, സുപ്പീരിയർ ലേബിയൽ, ആന്റീരിയർ എത്മോയിഡ് ആർട്ടറി. ഇവ 4ഉം അനസ്റ്റമോസിസ് നടത്തുന്നത് വഴി ഉണ്ടാവുന്ന പ്ലക്സസ് ആണ്. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ലിറ്റിൽസ് ഏരിയ, ചിത്രത്തിൽ കാണും. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് സീനോ പാലറ്റൈൻ ആർട്ടറി. അത് മാക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്. ഇനി റിട്രോ കോളുമെല്ലാർ സിര. റിട്രോ കോളുമെല്ലാർ സിര എന്നത് ഒരു ഉപരിതലത്തിൽ, മൂക്കിന്റെ സെപ്റ്റത്തിന്റെ ഉപരിതലത്തിൽ കാണുന്ന ഒരു വെയിനാണ്. അതുകൊണ്ട് തന്നെ അത് മുറിവ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് എപ്പിസ്റ്റാക്സിസിന്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. 4-മത്തേത് വുഡ്രഫ് പ്ലക്സസ്. അത് നാസൽ കാവിറ്റിയുടെ പിൻവശത്ത് കാണപ്പെടുന്ന വീനസ് പ്ലക്സസുകളാണ്. ഇത് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇൻഫീരിയർ ടെർബിനേറ്റ് ആർട്ടറിയുടെ പിൻഭാഗത്താണ് ഈ സിരകളുടെ കൂട്ടം കാണപ്പെടുന്നത്. ഇനി എപ്പിസ്റ്റാക്സിസിന്റെ വർഗീകരണം. ആന്റീരിയർ, പോസ്റ്റീരിയർ അഥവാ മുൻഭാഗത്തെ എപ്പിസ്റ്റാക്സിസ്, പിൻഭാഗത്തെ എപ്പിസ്റ്റാക്സിസ് എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം മുൻഭാഗത്തെ അഥവാ ആന്റീരിയർ എപ്പിസ്റ്റാക്സിസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. അത് കുട്ടികളിലും യുവാക്കളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. മുറിവ് കാരണമാണ് പ്രധാനമായും സംഭവിക്കുന്നത്. പിന്നെ അവിടെ നേരിയ രക്തസ്രാവമാണ് ഉണ്ടാവുന്നത്. പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് കൂടുതലായും പ്രായമായവരിലാണ് കാണപ്പെടുന്നത്. അവിടെ കാരണം എന്ന് പറയുന്നത് രക്താതി സമ്മർദ്ദമായിരിക്കും. അവിടുത്തെ രക്തസ്രാവം ശക്തമായിരിക്കും. മാത്രമല്ല പിൻഭാഗത്തെ എപ്പിസ്റ്റാക്സിസ് നിന്ന് വരുന്ന രക്തം തൊണ്ടയിലേക്ക് തിരിച്ചൊഴുകുകയും അത് കാപ്പി നിറത്തിലുള്ള കോഫി കളർഡ് വൊമിറ്റിംഗ് ആയി, ഛർദിയായി വരികയും ചെയ്യും.
ഇനി എപ്പിസ്റ്റാക്സിസിന്റെ കൈകാര്യം അഥവാ മാനേജ്മെന്റ്. 1 പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ്, 2 കോട്ടറൈസേഷൻ, 3 ആന്റീരിയർ നേസൽ പാക്കിംഗ്, 4 പോസ്റ്റീരിയർ നേസൽ പാക്കിംഗ്, എൻഡോസ്കോപ്പിക് കോട്ടറൈസേഷൻ, രക്തക്കുഴലുകൾ കെട്ടിവെക്കൽ, മ്യൂക്കോ പെരിക്കോൺട്രൽ പാടയുടെ ഉയർത്തലും സബ്മ്യൂക്കസ് ഛേദന ശസ്ത്രക്രിയയും. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1 അത് എങ്ങനെ തുടങ്ങി, അതായത് മുറിവിൽ നിന്നാണോ അതോ രക്താതി സമ്മർദ്ദം കാരണമാണോ അങ്ങനെ. 2 രക്തസ്രാവത്തിന്റെ ദൈർഘ്യവും ആവൃത്തിയും. 3 രക്തം നഷ്ടപ്പെട്ട അളവ്. 4 ഏത് വശത്തെ മൂക്കിൽ നിന്നാണോ രക്തം വന്നത്. 5 രക്തസ്രാവം മുൻഭാഗത്താണോ അതോ പിൻഭാഗത്താണോ, ആന്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണോ പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണോ. 6 രോഗിയിലോ കുടുംബത്തിലോ രക്തസ്രാവത്തിനുള്ള പ്രവണത മുൻപ് അറിയാവുന്നതാണോ. 7 അറിയപ്പെടുന്ന മെഡിക്കൽ രോഗങ്ങളുടെ ചരിത്രം, അതായത് ഹീമോഫീലിയ, ക്രിസ്മസ് ഡിസീസ് അങ്ങനെയുള്ള രോഗങ്ങളുടെ ചരിത്രം. 8 മരുന്നുകളുടെ ഉപയോഗ ചരിത്രം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർത്രൈറ്റിസിന്റെ വേദന സംഹാരികൾ ഇതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗ ചരിത്രം. ഇനി ആദ്യത്തെ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയ പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ്. ആദ്യം 5 മിനിറ്റ് മൂക്ക് വിരലുകൾ കൊണ്ട് അമർത്തി പിടിക്കുക. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്ക് പൊത്തിപ്പിടിക്കുമ്പോൾ ലിറ്റിൽസ് ഏരിയയിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും അതുവഴി രക്തസ്രാവം കുറയുകയും ചെയ്യുന്നു. ഇനി ട്രോട്ടേഴ്സ് മെത്തേഡ്. ഇവിടെ രോഗിയെ ചെറിയ രീതിയിൽ മുന്നോട്ട് ചാരി ഒരു ബേസിന്റെ അടുത്തേക്ക് ഇരുത്തുക. എന്നിട്ട് വായിലൂടെ ശാന്തമായി ശ്വാസം എടുക്കുക. അപ്പോൾ വരുന്ന രക്തം തുപ്പിക്കളയുക. അടുത്തത് കോട്ടറൈസേഷൻ. ഇത് രക്തസ്രാവത്തിന്റെ ഉറവിടത്തെ കരിച്ചു കളയുന്ന രീതിയാണ്. ആദ്യം രക്തസ്രാവത്തിന്റെ സ്ഥാനം കണ്ടെത്തുക, എന്നിട്ട് അവിടെ പ്രാദേശികമായി മരവിപ്പിക്കുക, ലോക്കൽ അനസ്തേഷ്യ. 3 രക്തസ്രാവമുള്ള ഭാഗം കരിച്ചു കളയുകയോ കട്ട പിടിപ്പിക്കുകയോ ചെയ്യുക. ഇതിനായി കെമിക്കൽ മെത്തേഡുകളും ഇലക്ട്രിക്കൽ മെത്തേഡുകളും ഉണ്ട്. കെമിക്കൽ മെത്തേഡിൽ സിൽവർ നൈട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ മെത്തേഡിൽ ഇലക്ട്രോ കോട്ടറി ഉപയോഗിച്ചാണ് കോട്ടറൈസേഷൻ ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് ആന്റീരിയർ നേസൽ പാക്കിംഗ്. ഇവിടെ നമ്മൾ ലിക്വിഡ് പാരാഫിനിൽ മുക്കിയ റിബൺ ഗേജ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോ മൂക്കിലെ അറയ്ക്കും ഏകദേശം 1 മീറ്റർ ഗേജ് ആവശ്യമാണ്. അത് മുതിർന്നവരിൽ 2.5 സെന്റിമീറ്റർ വീതിയും കുട്ടികളിൽ 12 മില്ലിമീറ്റർ വീതിയുമാണ് ഉണ്ടായിരിക്കുക. ഗേജിന്റെ ഏതാനും സെന്റിമീറ്റർ മടക്കി തറയിലൂടെ കയറ്റി തറയിൽ നിന്ന് മേൽക്കൂരയിലേക്കും തിരിച്ചും അടുക്കുകളായി മുഴുവൻ മൂക്കിലെ അറയും ശക്തമായി പാക്ക് ചെയ്യുന്നു. ലംബമായി പിന്നിൽ നിന്ന് മുന്നോട്ടും ചെയ്യാവുന്നതാണ്. ഇതാണ് അതിന്റെ ചിത്രം. ആദ്യം നമ്മൾ കയറ്റി എന്നിട്ട് തറയിൽ നിന്ന് മേൽക്കൂരയിലോട്ടും തിരിച്ചും പാക്ക് ചെയ്യുന്നു. രക്തസ്രാവം നിലച്ചാൽ 24 മണിക്കൂറിന് ശേഷം പാക്ക് നീക്കം ചെയ്യാം. പക്ഷേ ഇത് 2-3 ദിവസം വെക്കേണ്ടി വരികയാണെങ്കിൽ സൈനസ് അണുബാധയും ടോക്സിക് ഷോക്ക് സിൻഡ്രോമും തടയാൻ വേണ്ടി സിസ്റ്റമാറ്റിക് അഥവാ വ്യവസ്ഥാപരമായ ആന്റിബയോട്ടിക്കുകൾ നൽകണം. പോസ്റ്റീരിയർ നേസൽ പാക്കിംഗ്. ഇത് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് തടയാൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇവിടെ 3 സിൽക്ക് നൂലുകൾ കോൺ രൂപത്തിൽ ചുരുട്ടിയ ഗേജിൽ കെട്ടുക. റബ്ബർ കത്തീറ്റർ മൂക്കിലൂടെ കടത്തി വായിലൂടെ പുറത്തെടുക്കുന്നു. നൂലുകളുടെ അറ്റങ്ങൾ കത്തീറ്ററിൽ കെട്ടി കത്തീറ്റർ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വലിക്കുന്നു. നൂലിനെ തുടർന്ന് വരുന്ന പാക്ക് ചൂണ്ടുവിരലിന്റെ സഹായത്തോടെ നാസോ ഫാരിങ്സിലേക്ക് കടത്തുന്നു. മുൻഭാഗത്തെ നേസൽ പാക്കിംഗ് വെക്കുകയും നൂലുകൾ ഡെന്റൽ ടവലിൽ കെട്ടുകയും ചെയ്യുന്നു. 3ാമത്തെ നൂൽ ചെറുതാക്കി ഓരോ ഫാരിങ്സിൽ തൂങ്ങിക്കെടുക്കാൻ അനുവദിക്കുന്നു. ഇതാണ് ചിത്രം. അടുത്തത് എൻഡോസ്കോപ്പിക് കോട്ടറൈസേഷൻ. ഇവിടെ ടോപ്പിക്കൽ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ ഉപയോഗിച്ച് ഒരു റിജിഡ് എൻഡോസ്കോപ്പ് വഴി രക്തസ്രാവം ഉണ്ടാകുന്ന സ്ഥലം കണ്ടെത്തുക. എന്നിട്ട് ഒരു മാലിയബിൾ യൂണിപോളർ സെക്ഷൻ കോട്ടറി അല്ലെങ്കിൽ ബൈപോളർ കോട്ടറി ഉപയോഗിച്ച് ആ ഭാഗം കരിച്ചു കളയുന്നു. അടുത്തത് മ്യൂക്കോ പെരിക്കോൺട്രിയൽ പാടയുടെ ഉയർത്തലും സബ്മ്യൂക്കസ് ഛേദന ശസ്ത്രക്രിയയും. മ്യൂക്കോ പെരിക്കോൺട്രിയൽ പാട എന്ന് പറഞ്ഞാൽ നേസൽ സെപ്റ്റൽ കാർട്ടിലേജിലെ നാസൽ മ്യൂക്കോസയും പെരികോൺട്രിയവും ഉയർത്തുന്ന ശസ്ത്രക്രിയാപരമായി ഉയർത്തുന്ന പ്രക്രിയയാണ്. അതിൽ ആദ്യം മ്യൂക്കോ പെരിക്കോൺട്രിയൽ ഫ്ലാപ്പ് ഉയർത്തുന്നു. തിരികെ അതേ സ്ഥാനത്ത് വെക്കുകയും ചെയ്യുമ്പോൾ ഫൈബ്രോസിസ് ഉണ്ടാവുന്നു. അതുവഴി രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. അപ്പോൾ രക്തസ്രാവം കുറക്കാൻ സാധിക്കും.
ഇതേ ഫലം നേടുന്നതിനോ അല്ലെങ്കിൽ എപ്പിസ്റ്റാക്സിസിന് കാരണമാകുന്ന സെപ്റ്റൽ സ്പർ അല്ലെങ്കിൽ നേസൽ സെപ്റ്റത്തിന്റെ ഡീവിയേഷൻ ഇവയെല്ലാം മാനേജ് ചെയ്യുന്നതിനായി SMR ഓപ്പറേഷൻ അഥവാ സബ്മ്യൂക്കസ് റിസെക്ഷൻ ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. സബ്മ്യൂക്കസ് റിസെക്ഷൻ ഓപ്പറേഷനിൽ ഡീവിയേറ്റ് ആയി കിടക്കുന്ന സെപ്റ്റൽ കാർട്ടിലേജും എല്ലും റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് രക്തക്കുഴലുകൾ കെട്ടിവെക്കൽ, ലിഗേഷൻ ഓഫ് വെസൽസ്. പ്രധാനമായും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ് കെട്ടിവെക്കുന്നത് എങ്കിൽ സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറിയുടെ ഉത്ഭവ സ്ഥാനത്തിന് മുകളിലായി കെട്ടണം. അടുത്തത് മാക്സിലറി ആർട്ടറിയാണ് കെട്ടുന്നതെങ്കിൽ കാൾഡ്വെൽ ലൂപ്പ് ഓപ്പറേഷൻ വഴി മാക്സിലറി സൈനസിന്റെ പിൻഭാഗത്തെ ഭിത്തി നീക്കം ചെയ്യുകയും മാക്സിലറി ആർട്ടറിയോ അതിന്റെ ശാഖകളോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് തടയുകയും ചെയ്യുന്നു. മാക്സിലറി ആർട്ടറി മൂന്ന് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഒത്തിരി ബ്രാഞ്ചുകളും ഉണ്ട്. എത്മോയിഡൽ ആർട്ടറികൾ ആണ് നമ്മൾ കെട്ടിവെക്കുന്നതെങ്കിൽ എക്സ്റ്റേണൽ എത്മോയിഡ് ലിഞ്ച് ഇൻസെഷൻ വഴി ഓർബിറ്റിന്റെ മീഡിയൽ ഭിത്തിയിൽ ഈ രക്തക്കുഴലുകൾ ദൃശ്യമാകുന്നു. അടുത്ത് ട്രാൻസ്നാസൽ എൻഡോസ്കോപ്പിക് സ്പീനോപലറ്റൈൻ ആർട്ടറി ലൈഗേഷൻ TESPAL. ഇവിടെ മൂക്കിന്റെ ലാറ്ററൽ നേസൽ വാളിന്റെ പിൻഭാഗത്ത് മ്യൂക്കോസൽ ഫ്ലാപ്പ് ഉയർത്തുന്നു. എന്നിട്ട് സ്പീനോപലറ്റൈൻ ഫൊറാമിനിൽ നിന്ന് പുറത്തു വരുന്ന സ്പീനോപലറ്റൈൻ ആർട്ടറി കണ്ടെത്തി വാസ്കുലർ ക്ലിപ്പ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഇനി ആവശ്യമാണെങ്കിൽ ഡിസ്റ്റൽ ശാഖകൾ അധികമായി കരിക്കുകയും അഥവാ കോട്രൈസ് ചെയ്യുകയും ശേഷം ഫ്ലാപ്പ് തിരികെ അതേ സ്ഥാനത്ത് വെക്കുകയും ചെയ്യാം. അവസാനമായ മെത്തേഡാണ് എംബോളൈസേഷൻ അഥവാ രക്തക്കുഴലുകളെ കോയിൽ ഉപയോഗിച്ചോ മറ്റോ തടസ്സം വരുത്തുക. അതിനെ കുറിച്ച് ഇന്റേണൽ മാക്സിലറി ആർട്ടറി കണ്ടെത്തുക, അബ്സോർബബിൾ ജെൽ ഫോം അല്ലെങ്കിൽ പോളിവിനൈൽ ആൽക്കഹോൾ കോയിലുകൾ ഉപയോഗിച്ച് എംബോളൈസേഷൻ നടത്തുന്നു. ഇത്രയുമാണ് എപ്പിസ്റ്റാക്സിസിന്റെ മാനേജ്മെന്റ് പ്രോസസ്സുകൾ. നന്ദി. താങ്ക് യു.